ഹലോ ഗേസ്, വെൽക്കം ടു ജെ ഫാമിലി. ഞാൻ ഇവിടെ വന്ന ശേഷം അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ ഒരു ചമ്മലാണോ മടിയാണോ എന്താ ഞാൻ അതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കതിന് മാത്രമുള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ഉണ്ട് കുറേ. പക്ഷെ നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഇടാത്തതാണോ എന്താണ് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഞങ്ങൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്ന് ഓൾമോസ്റ്റ് സാൻഡി ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. സാമിൻ്റെ അനിയത്തിയാണ് സാൻഡി. അവരുടെ എൻഗേജ്മെൻറ്റാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, മനസ്സമ്മതത്തിന്. അപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ആൻഡ് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് UK-ക്ക്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളൊരു 2 ദിവസത്തെ ഐറ്റിനറിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളെ കൊണ്ട് പരമാവധി അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഫുൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനും എക്സൈറ്റഡ് ആണ്, സാം എക്സൈറ്റഡ് ആണ്, ആദ്രീച്ച് എക്സൈറ്റഡ് ആണ്, ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാവരും, തങ്കു എക്സൈറ്റഡ് ആണ്, കിച്ചപ്പ് എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മൾക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വരിക, ഇപ്പം എൻ്റെ അമ്മ വരിക, അല്ലെങ്കിൽ തങ്കുവിൻ്റെ അമ്മ അച്ഛൻ വരിക, അല്ലെങ്കിൽ രേവു എന്നൊന്നും അങ്ങനെ ആര് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഞാൻ ദേ നിലമൊക്കെ തുടച്ചു. ഇപ്പോൾ സമയം ഏകദേശം 10:10 ആയിട്ടുണ്ട്. അപ്പോൾ തങ്കു ഇറങ്ങി, കിച്ചപ്പൂനെ ഉറക്കി. ഞാൻ ഓൾമോസ്റ്റ് ഇതേ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാമിനോടുള്ള സ്നേഹം കൊണ്ടല്ല, പപ്പയോടും മമ്മിയോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം നമ്മൾ 2 തവണ അവരെ വീട്ടിൽ പോകുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണം. പക്ഷേ നമ്മൾ സാൻഡി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിൽ ഒരു വിട്ടുവീഴ്ച വെക്കാൻ പറ്റില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ലഞ്ച്, ഡിന്നർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വിഭവമായിട്ട് സാധനങ്ങൾ വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഐറ്റിനറിയിൽ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ തങ്കു ഇറങ്ങി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നോൺ വെജ് ഒന്നല്ല, നമ്മൾ വെജിറ്റേറിയൻ പിടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഞാൻ എന്താ പറയുക, മിന്നുന്ന കാര്യമില്ല. നാളെ രാവിലെ ആകുമ്പോഴേക്കും കിച്ചപ്പും അത് റെഡിയാക്കി തരും. പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് സമ്മർ ആയതുകൊണ്ട് നല്ല വെതറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചപ്പൂവിൻ്റെ കേക്കാണ്. അപ്പോൾ അതാണ് കിച്ചപ്പൂവിൻ്റെ കേക്കിൻ്റെ സ്റ്റോറി, വിച്ച് വി ആർ ഓൾ പ്രൗഡ് ഓഫ്. അപ്പോൾ ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ മാത്രമേ നമുക്കുള്ളൂ. ഞാൻ വാങ്ങിയൊരു പുതിയ മോപ്പാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിതിപ്പോൾ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഡ്രെയിൻ ആവില്ല എന്നുള്ളതാണ് ഈ മോപ്പ്. അതിനാണ് ഇവിടെ ഈ ഒരു ബട്ടൺ ഉള്ളത്. ഇതിങ്ങനെ നിൽക്കുക, ഇതിങ്ങനെ കറങ്ങും. അപ്പോൾ ഇത് ട്രെയിനോ അല്ലല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇനി നമുക്ക് ബാത്റൂം കൂടിയാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ബാത്റൂം കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇല്ല, ബെഡ്റൂം കൂടി ഉണ്ട്. ബെഡ്റൂം ഇവിടെ അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഇത് എൻ്റെ കിച്ചപ്പൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് വെരി ഹോട്ട്. അപ്പോൾ ഗെയ്സ് അതൊക്കെയാണ്. അപ്പോൾ നാളെ രാവിലെ സാൻഡിയും അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വരും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സാൻഡിയും നീക്കിത്തും നമ്മളുടെ ഈ ഒരു ചെറിയ ഫ്ലാറ്റിലേക്ക്. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് എന്താണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ തങ്കു നാളെ വന്നിട്ട് നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യുക. നമ്മൾ ലാസ്റ്റത്തെ കിച്ചപ്പൂനെ സ്കൂളിൽ കൊണ്ടാക്കണം. എന്നിട്ട് ലാസ്റ്റത്തെ ഒരു ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ തങ്കും കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്യണം, മീൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ലെറ്റ്സ് സീ. ഇപ്പോൾ നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എണീറ്റിരിക്കുകയാണ്. എന്താണ് ഒരാളുണ്ടപ്പോൾ ചെറിയ കുഴപ്പമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, കുറച്ച് നേരത്തേക്ക് നമുക്കൊന്നും സംസാരിക്കാനോ നമുക്ക് പ്രോസസ്സ് ചെയ്യാനൊക്കെ ടൈം വേണം. അതായിട്ട് വരാം. ഒരാളിങ്ങനെ പാമ്പറായിട്ട് കിസ്നു ഹായ് പറ. ഇവര് പ്രോസസ് ചെയ്യാൻ ടൈമൊന്നും വേണ്ട, ഇവരെ പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വന്നിരിക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. ആരാ വരണ വീട്ടിലേക്ക്? ആരാ വരണ? കിച്ചപ്പൂ ഇപ്പൊ അനിമൽ പ്ലാനറ്റിലാണ്, അതുകൊണ്ടാണ്. ഗൊറില്ലയാണ്, ഗൊറില്ല. കാറ്റ് എങ്ങനെയാവുക? കാറ്റ് എങ്ങനെയാവുക?
ഡോഗോ? ഫോക്സോ? I don't know. ജിറാഫ്? ലയൺ? ഏതോ പന്നെ കാട്ടില് ലയൺ. ടൈഗറോ? ആകെ ഒരു എനിക്കൊന്നും ഇവൻ ചന്ദ്രമുഖി മഴതാഴെ കണ്ട് രാ മാത്രമേ അറിയുള്ളൂ. ചേക്കോ അങ്ങനെ കിച്ചപ്പു സ്കൂളിൽ പോയി. തങ്കു കിച്ചപ്പുവിനെ കൊണ്ടാക്കാൻ പോയി. നല്ല പണിയുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് ഭയങ്കര ജലദോഷം. നമുക്കൊരു സുഖമില്ല. ഇവിടുത്തെ വെതർ പെട്ടെന്ന് മാറി. ഈ കഴിഞ്ഞ ആഴ്ച ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം ഭയങ്കര തണുപ്പൊന്നുമല്ല, പക്ഷെ പെട്ടെന്നൊരു കാറ്റും തണുപ്പൊക്കെ ആയപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റിട്ട് എല്ലാം റെഡി ആയിരിക്കണം തന്നെ ഉണ്ടാക്കണം, പക്ഷെ ഒന്നും നടന്നില്ല. അവരെന്തായാലും വരാൻ കുറച്ച് ലേറ്റ് ആവും. ഞാനിട്ട് പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഭൂരിക്കുള്ളത് കുഴയ്ക്കാം. തങ്കുവിൻ്റെ മാവ് പൊന്തിയില്ല. നമ്മൾ എന്ത് ചെയ്യും നമുക്കറിയില്ല. നോക്കി നോക്കാം. ഒരു ഭൂരിക്ക് ഇഷ്ടമായി. സമയത്ത് നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ നൈസായിട്ട് വരും. പക്ഷെ സാധാരണ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ നൈസ് ആവാറില്ല. പക്ഷെ ഇന്ന് നൈസായിട്ട് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി അവരോട് വേഗം വരാൻ പറയാന്ന്. കാരണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. തങ്കുവാണ് കുഴച്ചത് ഗൈസ്. അതിൻ്റെയാണ് നല്ല കുഴച്ചു. അതിൻ്റെയാണ് ഇത്ര പെർഫെക്ഷൻ. ഞാൻ റെഡി ആയിട്ടില്ല. ഞാൻ മറ്റേ പറക്കം തലയിൽ ഇവളെ പോലെ ഉണ്ട്. ഒന്ന് സെറ്റ് ആവാനുണ്ട്. അങ്ങ് വേഗം വാ, നോക്ക്. വേഗം വാ, വേഗം വാ. ഇതിപ്പോ കരിയും. നോക്കെന്റെ പൂരി. Please look at this. OMG. ഇതാണ് അടയാർ ആനന്ദ ഭവൻ ഭൂരി മസാല. അല്ല, ആനന്ദ ഭവൻ ഭൂരി ഗൈസ്. സർവണ ഭവൻ ഭൂരി. മൊരിന്നുണ്ട്. ഇനി എനിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. എനിക്ക് സന്തോഷം. എത്തിയിട്ടുണ്ട് താഴെ. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഫാമിലി കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അവർ വരുന്നുണ്ട്. കിച്ചപ്പു ബേക്കിംഗ് കുക്കിംഗ് ക്ലാസ്സിന് പോയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ കപ്പ് കേക്ക് ആണ്. നിങ്ങൾ ഇതൊരു ഭയങ്കര അല്ലല്ല, അവന് നമ്മള് കുക്കിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ്. പോടാ, ഒരെണ്ണം മുഴുവൻ കഴിച്ചു. കഴിക്കാനില്ല, ഇപ്പൊ ഒരു പരിധിയില്ല കഴിക്കാൻ. അല്ല, നിങ്ങൾക്ക് വേണ്ടി എടുത്തുവെച്ചതാ. ടേസ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ കഴിക്കുമ്പോ. ഭയങ്കര തിന്നായിട്ടാണ് വരാ. നല്ല ക്രിസ്പി ആയിട്ട്. ഞാൻ വെയിറ്റിംഗ് ട്രൈ ചെയ്യാം. എന്നിട്ട് ഗീട
ബീഫും പോർക്കും നമ്മൾ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ബെഡ് ഫോൺ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവർക്ക് ബെഡ് ഫോൺ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. തങ്കു ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് ആനുവൽ ലീവ് എടുത്തു. അറിയാം എനിക്ക് നിങ്ങൾ വരുന്ന വേണ്ടി വരുന്ന ആനുവൽ ലീവ് എടുത്തു. നമ്മളിന്ന് ഫുള്ള് ബെഡ് ഫോൺ ഒക്കെ കറങ്ങാൻ പോകണം. അല്ല സത്യമാ ഇന്ന് പിന്നെ ആനുവൽ ലീവാ. എന്റെ കണ്ണൂടി കോസ്റ്റ്യൂം നമ്മള് ഇറങ്ങാൻ പോണേ ബെഡ് ഫുഡ് കാണാൻ പോണേ. ഇവനാണെങ്കിൽ കളി എന്നും പറഞ്ഞ് ഇരിപ്പുണ്ട്. ഇവനെ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. ഇനി മറ്റേ അത്ഭുത ദ്വീപിലൊക്കെ കൊണ്ടുപോകണം മാതിരി ഇവനെ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും മിക്കവാറും. ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വെതറാണ്. അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല. രണ്ടിന്റെയും നടുവിലാണ്. ഇറ്റ്സ് വെരി നൈസ്. അതുകൊണ്ട് നല്ല വൈബായിട്ടുണ്ട്. സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കിടുകിട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. നെയിലൊക്കെ ചെയ്യണം. സാം നല്ല ലുക്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും മേക്ക് ഓവർ ചെയ്ത് കൊടുക്കണം. ഇവളുടെ കയ്യിലുള്ള എല്ലാ ഡ്രസ്സും ഇവിടെ വെച്ചിട്ട് കയ്യില്ലാത്ത കൊറോണം മായം കൊടുത്തു വിടണം. സാനിന് ശരിക്കും ഒരാഴ്ച ഇവിടെ നിർത്തണമായിരുന്നു. ഫുൾ മേക്ക് ഓവർ ചെയ്തിട്ട് വേണം വിടണമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടുത്താണ് സെറ്റാക്കാം. എങ്ങനെയാ ബെഡ് ഫോർഡ് വന്നിട്ട്? അടിപൊളി, നല്ല പീസ്ഫുൾ ക്വയറ്റ്, നല്ല ചില്ല് സ്ഥലമാണ്. സാൻഡി ആദ്യമായിട്ട് യു കെക്ക് വന്നിട്ട് എന്ത് തോന്നി? എനിക്ക് ഒരു ദിവസം ആയിട്ടുള്ളൂ. എന്നാലും അത് പറയണ്ടോ? അത് വേണ്ട അത് പറയരുത്. ഇത്ര നേരം എങ്ങനെയാണെന്ന് പറയാം. ഇവരുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇവരുടെ കൂടെ ഇന്നലെ നീ ഇത്രയും കാലം സാം ഇവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടല്ലേ എനിക്ക് അറിയുള്ളൂ. അല്ല ഇത്രയും കാലം നമ്മുടെ ഫ്ലാറ്റിന്റെ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഓടിച്ചു. ആൾക്ക് പിന്നെ കേൾക്കാൻ കാറൊന്നും വേണ്ട. അത് ഞാൻ കാർ കുറച്ച് ക്രൈസ് ആണ്. അപ്പൊ അതെനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു. സാമിന്റെ കാറും. അപ്പൊ ഇത്രയും കാലം ഇവൻ വിളിച്ചു പറഞ്ഞിട്ടല്ലേ നിനക്ക് അറിയുള്ളൂ ഇവിടുത്തെ കാര്യങ്ങള്. അങ്ങനെ ഹൈപ്പ് തന്നിട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വന്നപ്പോ നല്ലായിരുന്നു. ഇനിയും കുറെ എക്സ്പ്ലോർ ചെയ്ത് എല്ലാം കണ്ടു നടക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. നല്ല ഫുഡ് വെറുതെ പറയാണ്ട് ഇവർ കുടുംബത്തോടെ തള്ളലാണ്. അപ്പൊ നമുക്കിനി എന്തായാലും റിവേഴ്സായിട്ട് പോകാം ഗൈസ്. നമുക്ക് സെറ്റ് ആക്കാം, കുറെ ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കാം. എനിക്ക് എന്ത് വേണമെങ്കിലും സാം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കൂടെ എന്ത് വേണം നികിതിന് ഞങ്ങൾക്ക് വാങ്ങിത്തരും. സാൻഡിക്ക് വാങ്ങിത്തരും. കേക്കാത്ത നടക്കുന്നൊക്കെ നികിതി നമ്മൾ കാത് കുത്തണോ വേണ്ടേ എന്നുള്ളതാണ് കമന്റ് ബിലോ. നമ്മള് സാൻഡിനെ കൊണ്ട് നമ്മൾ നാളെ ലണ്ടന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ മാറ്റാൻ പോകണം. ഇന്ന് നമ്മള് സാനിനെ കൊണ്ട് മേക്ക് വരാൻ പറ്റും. വേറെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ. നമ്മൾ ഇന്ന് സാനിനെ കൊണ്ട് നമ്മള് മാറ്റിപ്പിക്കുന്നു. ഒന്നും നോക്കാനല്ലേ കേസ്. നമ്മൾ ഇന്ന് സാൻഡി ഇന്ന് ചുടിയാ നമ്മൾ മേക്ക് ഓവർ ഇപ്പൊ സെറ്റ് ആക്കാൻ പോകുന്നത് കേസ്. നമ്മൾ 2-3 ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മള് ഡ്രസ്സിംഗ് റൂമിൽ ചേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ ഗൈസ്. എല്ലാവരും സാനിയുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻകറേജ് ഇല്ല. നാളത്തേക്ക് നമ്മൾ ഇടുന്നു. എങ്ങോട്ട് ഇതൊന്ന് രണ്ടൊന്ന് പെയർ ചെയ്ത് നോക്ക് അല്ലേ. സെറ്റാവും. ഇത് അടിപൊളിയായിരിക്കും. നമ്മളിപ്പോ മേക്ക് ഓവർ ാണ് കുറച്ച് ടൈം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പോഴത്തേക്കും സെറ്റ് ആവും എന്നാണ് നമ്മൾ പറയണത്. നമുക്കപ്പോൾ നോക്കാം. മമ്മിയും പപ്പ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും അവിടെ ഇടല്ലേ ഇവിടെ ഇടല്ലേ.
വാങ്ങിയിട്ട് സാൻഡിയാണ് ഇവിടുത്തെ റിവറിനെടുത്ത് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതെന്നൊക്കെ. നീ പറ, നിന്റെ കോമഡി പ്രശ്നം എന്താണെന്ന് അറിയോ? കോമഡി ഒക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓൺ ചെയ്യണത്. അതാണ് പ്രശ്നം. കോമഡി പിന്നെ സാമിന്റെ പകുതി ചളിയും കിട്ടിയിട്ടില്ല, കെവിന്റെ ഒന്നും കിട്ടിയിട്ടില്ല, അവന്റെ ഒന്നും കിട്ടിയിട്ടില്ല. അതാ പ്രശ്നം. നമ്മളിനി ഒന്നും നോക്കുന്നില്ല ഗൈസ്, പോയി ചാർക്കോൾ കഴിക്കാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കൂടി റിവർ സൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് നല്ല വിശക്കുന്നുണ്ട്. പിന്നെ തങ്കു കഴിച്ചു കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ചാർക്കോളിക്ക് പോണം. സാൻഡി കൊറേ കേട്ടിട്ടുണ്ടാവില്ലേ ചാർക്കോള്. നീ കഴിച്ചു നോക്കാൻ കേട്ടിട്ടില്ലേ? നീ പോയിട്ടില്ലേ ചാർക്കോള്? ഇല്ലേ, പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമുക്കിനി പോയി ചാർക്കോള്. ഇന്നെല്ലാം സാൻഡി ആണെന്ന് മറ്റേ അനിയത്തിപ്രാവില് ശാലിനി. അവൾക്ക് വഴി നമ്മളെല്ലാവരും കാണിച്ചു കൊടുക്കാൻ പോണു. തങ്കു എങ്ങനെയുണ്ട്? മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയട്ടെ. എന്താ? ഞാനൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് ആണ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു കുട്ടി ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇങ്ങോട്ട്. ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ. എന്നിട്ട് വീട്ടിൽ കയറ്റിയതോ 2 മണിക്ക്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് എണീപ്പിച്ച് നടത്തണം ഒരു തെരുവിൽ കൂടെ. എന്ത് കാര്യം? 10 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് ഇതിലെ. ഇപ്പോൾ സമയം എത്രയും 1 മണി 1:30. ആ കുട്ടിക്ക് കുറച്ച് സമയം ഇരിക്കാനോ കടക്കാനോ കൊടുത്തിട്ടില്ല. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. റെഡ് ബുള്ള് കുടിച്ചോണ്ട് ഇങ്ങനെ നടക്കന്നെ വെറുതെ. പ്രൈമാർക്ക്, TK Maxx, എന്താ ഉണ്ടായത്? വല്ല എവിടെയെങ്കിലും പോയെന്ന് ഇരിക്കുക, എന്തെങ്കിലും കാണാനുള്ള സ്ഥലത്ത് പോകുക. അതിപ്പോഴും അവിടെ എത്തിയിട്ടില്ല. അങ്ങനെയല്ല, അവൾക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇഷ്ടമാണ്. കൊടിഞ്ഞു കുത്തി. ഇപ്പൊ മോൺസ്റ്റർ കൈ പിടിച്ച് നടക്കണം. മോൺസ്റ്റർ എന്താന്ന് കൂടി അറിയാത്ത കുട്ടിയാ. ആകെ കുടിച്ചോണ്ട് നടക്കുന്നപ്പോ പറയണം. തങ്കു അറിയാ, ഒരു കുട്ടി ആദ്യമായിട്ട് UK വന്നു. അതാണെങ്കിൽ ഇന്നലെ രാത്രി 2 മണിക്ക് വീടെത്തിയിട്ടുള്ളൂ. അതിന് ഒരു ദിവസം വെറുതെ ഇരുത്തല്ല, തെരുവ് മുഴുവൻ. എന്നിട്ടിപ്പോ എന്തുണ്ടായത്? മോൺസ്റ്റർ പിടിച്ച് നടന്നു വരുന്നുണ്ട്. അത് ഈ മോൺസ്റ്റർ എന്താന്ന് കോൺസ്റ്റനോ, നീ ടയർഡാണോ? വീട്ടിൽ പോണോ? കിടന്നുറങ്ങണോ? ഇവൻ ഉറങ്ങുമ്പോഴേ എന്തുകൊണ്ടെന്നറിയോ? ഇവന് കളി കാണണം. അവൻ ആ പേരിൽ കളി കാണാനാണ് അവരെ കാണുന്നത്. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം. ടയർഡാണ്. നമുക്കൊന്ന് ചാക്കോ പോയിട്ട് കുറച്ച് ഇരിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ചാർക്കോൾ ഗ്രിൽ വന്നിരിക്കുകയാണ്. സാം വാങ്ങിക്കൊണ്ട് തരുന്നോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് തോന്നി ഇപ്പൊ തന്നെ. നല്ല മണമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേസ് നമുക്ക് ഉയിര് വിടലാണ്. ഞാന് കഴിക്കും. 3 കഷ്ണം ചിക്കൻ മാത്രമേ ഇഷ്ടമായിട്ട്. കിടന്ന് ഉറങ്ങണോ? ഇപ്പൊ റിവർ സൈഡ് പോണോ? എടാ അങ്ങനെയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ പറഞ്ഞൊരു സൈഡ് വലിവെന്നൊക്കെ. അതൊക്കെ കെവിൻ കുട്ടൻ. അവര് മറ്റേ പ്ലാനിലൊരു ചെറിയ മാറ്റം. എങ്ങനെയെങ്കിലും സാമിനെ കൊണ്ട് നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോ പോയി കിടന്ന് ഉറങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യിപ്പിക്കാൻ എല്ലാവർക്കും പക്ഷെ സാമിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സാധനം ഇല്ല. നോക്കണ്ട, സമ്മതിക്കില്ല. ഞാൻ എന്താ സമ്മതിക്കാൻ പോണില്ല. എടാ ഞാൻ പറയട്ടെ, റിവർ സൈഡിൽ നടക്കാൻ സുഖം രാത്രിയാണ്.
ഇപ്പൊ പോണം. അപ്പൊ ബൈ ബൈ, അല്ല, വീണ്ടും നിങ്ങൾ സന്ധിക്കും വരെ. ഞാൻ അവിടെ പോട്ടെ. നന്ദി. ആ സമയം 2 മണി കഴിഞ്ഞു. നമ്മൾ ക്ഷീണിച്ച് ഒരു പണിയായിട്ടുണ്ട്. കുട്ട, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഫസ്റ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ്? നല്ലതാണ്, പക്ഷെ ഷൂട്ടിട്ട് കാല് ചെറിയ വേദന. കൊറേ നടന്നു കഴിച്ചു. ഇന്നെ സാൻഡി 1 കിലോ കുറഞ്ഞു. നമ്മളെല്ലാരും കുറഞ്ഞു. ആരൊക്കെ വെച്ചിട്ട് എന്തായാലും ഇനി ഇവര് ഡിയർ പാർക്ക് പോകും. ഞങ്ങൾ ഇനി ഡിയർ പാർക്ക് പോകും ഇവര്. എനിക്കൊരു ഷോർട്ട് ബ്രേക്ക് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആതിരീശ്വര അവിടെ വെച്ച് കാണും. ഇന്ന് ആതിരീശ്വര അവിടെയാണ് ഡിന്നർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ പിരിയും. പിന്നെ നാളെ നമ്മൾ പോകുന്നു ലണ്ടൻ ഗൈസ്. നമുക്കിനി ആതിരീശ്വര തരാം. ഇവനെവിടെ നീക്കിത്? ഞാനും വിചാരിച്ചു ഇത്രയും വലിയൊരു സാധനം എവിടെയെന്ന്. എടാ, സാൻഡിനെയും കൊണ്ട് ബെഡ്ഫോർഡ് വന്നിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ചിപ്പി ആൻഡ് നിക്കിത് തളർന്നു, വയ്യ. പറയാൻ നമുക്ക് നല്ല ഫേവർ ചെയ്യുന്ന വെതറാണ്. വലിയ വെയിലൊന്നുമില്ല, നല്ല കാറ്റുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വയ്യ, ടയേർഡാണ്. നമുക്കേ വയ്യ. അപ്പം പിന്നെ ഇവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. സാമയുടെ അനിയത്തി, സാമയുടെ സിസ്റ്റർ എവിടെ? വീട്ടില് സാമയുടെ സിസ്റ്റർ. നോക്ക്, നാളെ വന്നതൊക്കെ നാളെ വന്നിരിക്കുക കിച്ചപ്പോന്. ഇതാണ് സാമയുടെ സിസ്റ്റർ. ആ സ്നേഹം, തങ്ക മനസ്സ്, തങ്കുന്റെ മനസ്സ്. ഓ മൈ ഗോഡ്, തങ്കുന സുമ്മാവാന്നൊക്കെ. സാമ റെഡിയാന്നൊക്കെ കുടിക്കാൻ. Kisnu, they are so proud of you. Jagat, so much. You were so good. It's okay. ചത്ത് കേസ് ചത്ത്. ഞാനില്ല ഡിയർ പാർക്കിൽ. സെറ്റ് അന്നത്തെ ഇവരും പോരും. കാരണം കിച്ചപ്പൂനൊക്കെ വരണമെന്ന് ആഗ്രഹമായിട്ട് നിക്കാം. പക്ഷെ ഈ 2 ദിവസമായിട്ട് ദൈവം എന്റെ കൂടെ അല്ല, ഇവന്റെ കൂടെയാണ്. വീണ പൂവൊക്കെ വെക്കണം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. തങ്കു, നീ വരില്ലേ? നീയും വരും. അങ്ങനെയാണെങ്കിൽ നീയും വരാം. എല്ലാവർക്കും കൂടി പോവാം. എല്ലാവർക്കും നീ ഉച്ചോട്ട് ഇവിടെ കിടക്കുകയാണ്. നിനക്ക് വരാം. ഇവര് വരാം. ഇവര് ഉച്ചോട്ട് ഇവിടെ കിടക്കുകയാണ്. ഇവര് വരാം.